ഒരു പ്രവാചകന്മാർക്കും കൊടുക്കാത്ത ആ രണ്ട് പ്രകാശം ഏതെന്നറിയുമോ? അത് ഒന്ന് ആയത്തുൽ കുർസിയാണ് നബിയേ, ഒന്ന് ആയത്തുൽ കുർസിയാണ് നബിയേ. അവന്റെയും സ്വർഗത്തിന്റെയും ഇടയിൽ, അവന്റെയും സ്വർഗത്തിന്റെയും ഇടയിൽ അതാ മരണമെന്ന ഒരു മറയല്ലാതെ മറ്റൊരു മറയുമില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ എൻ്റെ പ്രിയമുള്ളവരെ, ആയത്തുൽ കുർസിയുടെ മഹത്വം അറിയുമോ? നുഅ്മാൻ ഇബ്നു ബശീർ റളിയല്ലാഹു തആല നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, അല്ലാഹു ആകാശഭൂമിയെ സൃഷ്ടിക്കുന്നതിന് 2000 വർഷം മുമ്പ് ഒരു ഗ്രന്ഥം ലൗഹുൽ മഹ്ഫൂദിൽ അല്ലാഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ നിന്ന് 2 വചനങ്ങൾ, അവ രണ്ട് വചനങ്ങൾ ഉണ്ടായിരുന്നു. അത് പരിശുദ്ധമായ ഖുർആനിൽ കാണാം. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നതിന് 2000 കൊല്ലം മുമ്പ് അല്ലാഹുവിന്റെ ലൗഹുൽ മഹ്ഫൂദ് എന്ന് പറയുന്ന സ്ഥലത്ത് അല്ലാഹു ഒരു കിതാബ് എഴുതി വെച്ചിട്ടുണ്ട്. അതിനകത്ത് 2 ആയത്തുകളുണ്ട്. അതിനകത്ത് 2 ആയത്തുകളുണ്ട്. ആ 2 ആയത്തുകൾ പരിശുദ്ധ ഖുർആനിൽ കാണാം. ആ 2 ആയത്തുകൾ പരിശുദ്ധമായ ഖുർആനിൽ കാണാം. ആ ആയത്തുകൾ ഏതെന്നറിയുമോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. അതിലെ 114 അധ്യായങ്ങളിൽ ഒന്നാമത്തെ അധ്യായം സൂറത്തുൽ ബഖറ. ആ സൂറത്തുൽ ബഖറയുടെ അവസാന 2 ആയത്തുകളുണ്ടല്ലോ, അല്ലാഹുവേ, മുത്തുനബി പറയുകയാ, വീട്ടിൽ പൈശാചിക ഉപദ്രവമുള്ളവരുണ്ടല്ലോ, ശൈത്താനിന്റെ ശർറുള്ളവരുണ്ടല്ലോ, പടച്ചവനെ ഉസ്താദിന്റെ അകത്ത്, വീടിന്റെ അകത്ത് വല്ലാത്ത പ്രയാസമാണ്, ശൈത്താനിന്റെ ഉപദ്രവമുണ്ടെന്ന് പറയുന്ന മനുഷ്യ, ഒരു മന്ത്രവാദിയെയും വിളിച്ച് വീട്ടിൽ കൊണ്ടുപോകണ്ട. ഒരാളെയും നിന്റെ വീട്ടിൽ മന്ത്രവാദം നടത്താൻ കൊണ്ടുപോകണ്ട. നിന്റെ വീടിന്റെ അകത്ത് പൈശാചിക ഉപദ്രവം മാറണോ? 5 പൈസയുടെ ചെലവില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ